Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10 വേഴ്സ് 44. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ലീഹ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞാൽ, ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പങ്കുചേരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയം തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിങ്ങളായിരിക്കുന്നിടങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇതാ നീ ആയിരിക്കുന്നിടത്ത്, നിന്റെ സാഹചര്യങ്ങളിൽ, അന്തരീക്ഷത്തിൽ, ബന്ധങ്ങളിൽ, ജീവിത വഴികളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കപ്പെടുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരുടെ മേൽ പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് ഇതായി ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നു. ഇതാ സാധിക്കുന്നവരെല്ലാവരും 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പെന്തക്കോസ്ത് നാളില് പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലും പറന്നിറങ്ങണമേ. ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്ത് നാളിൽ ഇതാ ശിഷ്യന്മാരുടെ മേൽ പറന്നിറങ്ങിയതുപോലെ ഞങ്ങളുടെ മേലും പറന്നിറങ്ങണമേ. ആഗ്രഹിച്ച് കൈയടിച്ച് ഒന്ന് പാടി പ്രാർത്ഥിച്ചേ സന്തോഷത്തോടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ അഭിഷേകം കടന്നു വരും. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പെന്തക്കോസ്ത് നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, എന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിറയണമേ, സന്തോഷത്തോടെ നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞതുപോലെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറഞ്ഞേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞതുപോലെ അഭിഷേകം ചെയ്യണമേ. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. ഓ പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ, നിറയണമേ, നിറയണമേ, കവിഞ്ഞൊഴുകണമേ. ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി ദൈവജനമേ നിൽക്കുന്ന സ്ഥലങ്ങളിൽ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ അന്തരീക്ഷത്തിലേക്ക്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും പ്രവേശിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എതിർ ചിന്തകൾ മാറട്ടെ. ആത്മാവിന്റെ പ്രവർത്തനം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഈ സമയം തന്നെ അതിശക്തമായിട്ട് വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, ഏറ്റെടുക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നെറ്റിയിൽ ഒന്ന് കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ചേർത്ത് ആത്മീയമായി ബലപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥമായിട്ട് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ബൈബിളും നോട്ട്ബുക്കും പേനയൊക്കെ എടുത്ത് വചനം എഴുതിയെടുത്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. ആയിരിക്കുന്നിടങ്ങളിലിരുന്ന് സന്തോഷത്തോടെ കൈകളൊക്കെ കൂപ്പി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചുറ്റുവട്ടത്തുള്ളവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് മുഖത്ത് നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് അതിശക്തമായ ഒരു ദൈവവചനം നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ അനേക പരിത്യാഗ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സുപ്രധാനമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വചനം. ഈശോ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചുവെന്ന് നമ്മൾ പഠിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഈശോ ഈ 40 ദിനരാത്രങ്ങളിൽ എന്താണ് ചെയ്തത്, എന്താണ് നേടിയെടുത്തത്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിന്റെ ഈ ഉപവാസ നോമ്പിൻ്റെ പരിത്യാഗത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നിൽ സംഭവിക്കുന്നതും എന്താണ്? ഇതിനുള്ള ഉത്തരം നമ്മൾ അന്വേഷിച്ച് വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അതിശക്തമായ ഒരു ദൈവവചനം നമ്മുടെ സർവശക്തനായ ദൈവം സമ്മാനിക്കുകയാണ്. ആ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനമാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 18. ബൈബിൾ തുറന്ന് ആ വചനം നമ്മൾ ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലെ ദിനരാത്രങ്ങളിലെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോ പുറത്തു വന്നിട്ട് ഈശോ പ്രഖ്യാപിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ഇതാണ്. ഈശോ പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും ഇതാ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ നിന്നിലും അതേ കൃപ തന്നെ വന്നു നിറയും. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, എൻ്റെ മേലുണ്ട്. സാധിക്കുമെങ്കിൽ ആ വലതുകര ഉയർത്തിപ്പിടിച്ച് ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, എൻ്റെ മേൽ ഉണ്ട്. ഒരിക്കൽ കൂടെ പറയാം, കർത്താവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, എൻ്റെ മേൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പരിത്യാഗത്തിൻ്റെ നാളിൽ ആർജിച്ചെടുത്ത ശക്തി എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ വചനം. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈശോ ഇത് വെറുതെ പറയുകയല്ല, മറിച്ച് തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അത്ഭുതകരമായി നിലനിന്നിരുന്നത് ഈ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മളും ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടതും ആർജിച്ചെടുക്കേണ്ടതുമായ ശക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാണ്. ഈ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സ്വയം ചിന്തിക്കണം, എത്രത്തോളം ഈ ആത്മീയമായി വളരുന്നതിനും ആർജിച്ചെടുക്കുന്നതിനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോ ഇതാ ദൈവജനത്തിൻ്റെ മുമ്പിൽ വന്ന് ആദ്യം പറഞ്ഞ കാര്യം, കർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ സ്വയം അത് പ്രഖ്യാപിക്കുകയാണ്, അത് ഏറ്റെടുക്കുകയാണ്. ഒരു പ്രായോഗിക പരിശീലനം പോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ സ്വയം പറയേണ്ട കാര്യം,
ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞാലുള്ള മെച്ചം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മൾ പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ്. ചിലരെ കണ്ടിട്ടില്ലേ, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർ പറയും, ഓ നാശം പിടിച്ച ദിവസം, ഈ ദിവസം എന്തിനു കൊള്ളാം, ഇതെല്ലാം ദുരിതമാണ്, ഒന്നും ശരിയായില്ല എന്നിങ്ങനെ പലതരത്തിൽ വിലകെട്ട സംസാരം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15 വേഴ്സ് 19, അതിൽ നമ്മൾ വായിക്കുകയാണ്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കണം. അപ്പം നമ്മൾ എന്താവും? നമ്മുടെ സംസാരം ദൈവിക സംസാരമായി മാറും. ദൈവിക സംസാരത്തിൻ്റെ പ്രത്യേകത എന്താ? അത് സൃഷ്ടിയുടെ സംസാരമാണ്. ഇതാ വചനം പറയാണ്, ഉണ്ടാകട്ടെ. ബൈബിളിൽ വായിക്കുന്നു ഉണ്ടായി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്, രൂപപ്പെടുത്തുന്നതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുക. അപ്പം അതിൻ്റെ ഒരു പ്രായോഗിക പരിശീലനമാണ് നമ്മൾ സ്വയം പറയേണ്ടത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കാര്യം ശരിയാണ്, പല രോഗങ്ങളും പീഡകളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാത്തിൻ്റെ നടുവിലാണ് നമ്മൾ. പക്ഷേ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഉണ്ട്. ഇത് നമ്മൾ സ്വയം വിശ്വസിക്കുമ്പോൾ അനേക തരത്തിലുള്ള തിന്മയുടെ ആത്മാവ് നമ്മളെ വിട്ടുമാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇതൊന്ന് പരിശോധിച്ച് നോക്കൂ. പ്രയോഗിക്കുന്നതനുസരിച്ച് അത്ഭുതകരമായ കാര്യം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ സംഭവിക്കും. ഈശോ തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഈ ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. 1-2 വചനങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. എന്നിട്ട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് വായിച്ച് ധ്യാനിക്കണം. ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം തിരുവചനം, സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 33. ലാസറിൻ്റെ മരണവാർത്തയോട് ബന്ധപ്പെട്ട ആ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇതാ യേശു. അവിടെ എത്തിയപ്പോൾ അവരെല്ലാവരും കരയുന്നു, വലിയ സങ്കടം, ഭാരം. വചനത്തിൽ പറയുന്നു, അവനും അവരോടൊപ്പമുള്ളവരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടു. വചനം പറഞ്ഞിരിക്കുകയാണ്, ഈശോ നെടുവീർപ്പിട്ടു എന്നല്ല, ഈശോ ആത്മാവിൽ നെടുവീർപ്പിട്ടു. നിങ്ങൾ നെടുവീർപ്പിടാറുണ്ടോ? അതേ ഉള്ളൂ അല്ലേ? പലരെയും കണ്ടിട്ടില്ലേ, രാവിലെ തൊട്ട് അവർക്ക് നെടുവീർപ്പേ ഉള്ളൂ. ഈശോയുടെ നെടുവീർപ്പിൻ്റെ പിന്നിൽ ആത്മാവ്. മറ്റൊരു വചനം ധ്യാനിക്കാവുന്നത് യോഹന്നാൻ്റെ തന്നെ സുവിശേഷം 12-ാം അധ്യായം 27-ാം തിരുവചനം. ഇതാ ആത്മാവിൽ അസ്വസ്ഥമായി. ആദ്യം നമ്മൾ കണ്ടു നെടുവീർപ്പ്, ഇവിടെ ഈശോ അസ്വസ്ഥമായി. എങ്ങനെ? ആത്മാവിൽ. മറ്റൊരു വചനം യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21-ാം വചനം, യേശു ആത്മാവിൽ അസ്വസ്ഥമായി. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ ഈ വചന രീതികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം, യേശു ആത്മാവിൽ ആനന്ദിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം, യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടു. ഒരു കാര്യം ഉറപ്പ്, ഈശോയുടെ എല്ലാ പ്രവർത്തികളുടെയും പിന്നിൽ ആരായിരുന്നു? പരിശുദ്ധാത്മാവ്. ആത്മാവിൽ ആനന്ദിച്ചു, ആത്മാവിൽ നെടുവീർപ്പിട്ടു, ആത്മാവിൽ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ എല്ലാ പ്രവർത്തികളുടെയും പിന്നിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം, 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു തിമത്തി, ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 14, 4-ാം അധ്യായം 14-ാം തിരുവചനം. അതിൽ പൗലോസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് ലഭിച്ച കൃപാവരം അവഗണിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കും എനിക്കും ഈ കൃപാവരം കിട്ടിയിട്ടുണ്ട്, അത് നീ അവഗണിക്കരുത്. വീണ്ടും തൊട്ടടുത്ത ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു തിമത്തി, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 6. അതിൽ പറയുന്നു,
എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ശുശ്രൂഷ സമയത്ത് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഈ ഒരു ബോധ്യം, വളർച്ച, ദൈവീക വരത്തെക്കുറിച്ചുള്ള അറിവ്, ബോധ്യം നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായിട്ട് നയിക്കും. യേശു 40 ദിനരാത്രങ്ങളിൽ ആർജിച്ചെടുത്തത് ഈ അഭിഷേകമാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പലതവണ ആവർത്തിച്ച് നമ്മൾ നമ്മളോട് തന്നെ പറയണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യെസ്, ഇങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മുടെ ഭാരം മാറും. അസ്വസ്ഥതകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കും. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നീ പല ജീവിത ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും. നീ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, നിൻ്റെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ആത്മീയമായി ശക്തി പ്രാപിച്ചാൽ നിൻ്റെ വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഉത്തരം കിട്ടും. തുടർന്നുള്ള ആരാധന ശുശ്രൂഷയിൽ നമ്മൾ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ ആവർത്തിച്ച് പറയണം. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഈ വലിയ അഭിഷേകമാണ് ആരാധനയിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഒന്ന് മുട്ടുകുത്തണം. എന്നിട്ട് ഈ ആരാധനയിൽ ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇതാ വണങ്ങി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരമായ ദൈവീക ശക്തിയുടെ അനുഗ്രഹ നിമിഷം. പ്രിയപ്പെട്ടവരെ, ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും പരിത്യാഗ പ്രവൃത്തി ഏറ്റെടുത്തതുമെല്ലാം ആത്മാവിലുള്ള അഭിഷേകത്തിന് വേണ്ടിയായിരുന്നു. യേശുവിൻ്റെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിച്ചിരുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിന്റെ ജീവിതത്തെ നയിക്കുന്നത് എന്താണ്, ആരാണ്? പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ വാസനകളാണ് നമ്മളെ നയിക്കുന്നത്. മനസ്സിലെ വികാരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. ഈ 2 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വലിയ അപകടത്തിൽ ചെന്നുപെടും. കാരണം ശരീരം ഒരിക്കലും നമ്മളെ ആത്മീയമായി വളരാൻ സമ്മതിക്കുകയില്ല. ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നത് സുഖമാണ്. എന്നാൽ ആത്മീയ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം നിലകൊള്ളും. മനസ്സിലെ വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്നതനുസരിച്ച് നമ്മൾ ഭാരപ്പെടും,
തെറ്റായ അനേക തീരുമാനങ്ങൾ ചെന്നുപെടും. ഈ സമയം യേശുവേ, ഈ ഭൂമിയിൽ അങ്ങ് ജീവിച്ചതുപോലെ ഞങ്ങൾക്കും ആത്മീയ ബലത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് നിന്റെ പക്കലേക്ക് ഇതാ അത്ഭുതകരമായ ഒരു ദൈവശക്തി ഒഴുകുകയാണ്. നീ ആയിരിക്കുന്നിടങ്ങളിൽ ഒരുപക്ഷെ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളെടുത്ത് സങ്കടത്തിലായിരിക്കും. ഇന്നലകളിൽ സംഭവിച്ച അനേക ദുഃഖങ്ങൾ നിന്നെ ഇന്ന് ഭാരപ്പെടുത്തുന്നുണ്ടാവും. ദാ ഈ പരിശുദ്ധ അൾത്താര നിന്റെ മേൽ അത്ഭുതകരമായ ഒരു ദൈവശക്തി സമ്മാനിക്കുകയാണ്. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച എല്ലാ അനുഭവങ്ങളെ സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതകരമായി ഞങ്ങളുടെ മേൽ ഇടപെടണമേ എന്നുള്ള വലിയ ആഗ്രഹം, വലിയ പ്രാർത്ഥന ഈ ശുശ്രൂഷ സമയം ദൈവജനത്തിന്റെ മേൽ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വയ്ക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് നിങ്ങളുടെ മേൽ അത്ഭുതകരമായ സൗഖ്യം ഒഴുകപ്പെടുന്ന സമയമാണ്. നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഇതാ യേശു നൽകുന്ന അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പ്രത്യേകിച്ച് ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശാരീരികമായ പല രോഗപീഠകളും അനുഭവിക്കുന്നവരാണ് നമ്മിൽ പലരും. ഇതാ നിന്റെ ശരീരത്തിലെ രോഗപീഠകളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കട്ടെ, സൗഖ്യം നൽകട്ടെ. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും സമർപ്പിക്കുക. ഉറക്കം കിട്ടാത്തവരുണ്ട്, ചില ഭാരങ്ങളിൽ കുടുങ്ങിക്കഴിയുന്നവരുണ്ട്, വല്ലാണ്ട് ആകുലപ്പെടുന്ന മനുഷ്യരുണ്ട്. അതെല്ലാം ഇതായി പരിശുദ്ധ അൾത്താരിൽ സമർപ്പിക്കുക. കർത്താവേ, അങ്ങ് കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിത വഴി ഈ സമയം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ഒരു സമയമാക്കി കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇതാ നിന്റെ മേൽ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് അത്ഭുതകരമായൊരു ശക്തി വെളിപ്പെടട്ടെ. നീ ആയിരിക്കുന്നിടത്ത് നീ അനുഭവിക്കുന്ന എല്ലാ തിന്മയുടെ നാരക ശക്തിയും കർത്താവ് ബന്ധിച്ച് അകത്ത് മാറ്റട്ടെ. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. ഈ സമയം ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. ഈ സമയം ആത്മാവേ, അത്ഭുതകരമായി എന്നിൽ പ്രവർത്തിക്കണമേ. എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് കടന്നു വരുന്ന ദൈവശക്തി ദൂരെ അകറ്റുവാൻ കർത്താവിന്റെ ശക്തി ഈ നിമിഷം ഇവിടെ വെളിപ്പെടട്ടെ. ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. പുതിയ അഭിഷേകം, പുതിയ ശക്തി ഇപ്പോൾ തന്നെ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഇടപെടലുകൾ സംഭവിക്കും. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസമാർഗത്തിലായി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. കൈകൾ കൂപ്പി സമാധാന ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, ഇതാ നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. ഈശോ പറഞ്ഞതുപോലെ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. യെസ്, വിശ്വസിച്ച് ഈ സമയത്ത് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന,
ആരാധന ആരാധന ഈശോയേ ആരാധന 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 ഈശോയേ ആരാധന 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 ഈശോയേ ആരാധന 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 ഈശോയേ